നമസ്കാരം. ട്രിപ്പിൾ പി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പെൻഷൻ അല്ലാതെ അതിൽ നിന്നും വ്യത്യസ്തമായി കേന്ദ്ര സർക്കാർ നൽകുന്ന അടൽ പെൻഷൻ യോജന എന്താണെന്ന് നോക്കാം. നമ്മളിൽ ഭൂരിഭാഗം പേരും ഭാവിയിലേക്ക് അല്ലെങ്കിൽ റിട്ടയർമെന്റ് കാലത്തേക്ക് വലിയ സമ്പാദ്യമൊന്നും ഇല്ലാത്തവരാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, ദിവസക്കൂലിക്കാർ അല്ലെങ്കിൽ ചെറിയ ബിസിനസ് ചെയ്യുന്നവർ. പ്രായമാകുമ്പോൾ മക്കളെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു പെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അങ്ങനെയുള്ള ഒരു കിടിലൻ പദ്ധതിയെക്കുറിച്ചാണ്. അടൽ പെൻഷൻ യോജന. മാസം വെറും 210 രൂപ മാറ്റിവെച്ചാൽ 60 വയസ്സിന് ശേഷം മാസം തോറും 5000 രൂപ അക്കൗണ്ടിലെത്തുന്ന ഒരു പദ്ധതി. ഇതെങ്ങനെ സാധ്യമാകും? നമുക്ക് നോക്കാം. എന്താണ് അടൽ പെൻഷൻ യോജന അല്ലെങ്കിൽ APY? അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാർക്ക് സുരക്ഷിതമായ ഒരു വാർദ്ധക്യകാലം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തുടങ്ങിയ പെൻഷൻ പദ്ധതിയാണിത്. 60 വയസ്സ് തികയുമ്പോൾ മുതൽ നിങ്ങൾക്ക് എല്ലാ മാസവും സ്ഥിരമായ ഒരു പെൻഷൻ തുക ഇതിലൂടെ ഗ്യാരണ്ടീഡായി ലഭിക്കും. നിങ്ങളുടെ താൽപര്യപ്രകാരം 1000 രൂപ മുതൽ 5000 രൂപ വരെയുള്ള പെൻഷൻ പ്ലാനുകൾ ഇതിൽ തിരഞ്ഞെടുക്കാം. അടുത്ത ചോദ്യം ഇതിൽ ആർക്കൊക്കെ ചേരാമെന്നതാണ്. യോഗ്യതകൾ വളരെ ലളിതമാണ്. ഒന്നാമതായി, നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള ആർക്കും ഇതിൽ ചേരാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. പൂർണ്ണമായും സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സ്കീം. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ആദായ നികുതി അടയ്ക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മറ്റ് സർക്കാർ പെൻഷൻ ആനുകൂല്യങ്ങൾ ഉള്ളവർക്കും ഇതിൽ ചേരാൻ കഴിയില്ല. ഇനി ഇതിലേക്ക് മാസം എത്ര രൂപ അടക്കണം എന്ന് നോക്കാം. നിങ്ങൾ എത്ര ചെറിയ പ്രായത്തിൽ ഈ പദ്ധതിയിൽ ചേരുന്നോ അത്രയും കുറഞ്ഞ തുക മാസം അടച്ചാൽ മതി. നമുക്ക് 5000 രൂപ പെൻഷൻ ലഭിക്കുന്ന പ്ലാനിന്റെ ഒരു ഉദാഹരണം എടുക്കാം. നിങ്ങൾ 18-ാം വയസ്സിലാണ് ഈ പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ 60 വയസ്സാകുന്നത് വരെ മാസം വെറും 210 രൂപ മാത്രം അടച്ചാൽ മതി. അതായത് ദിവസവും വെറും 7 രൂപ. എന്നാൽ നിങ്ങൾ 30-ാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ മാസം 576 രൂപ അടയ്ക്കണം. ഇതേ പദ്ധതിയിൽ 40-ാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ മാസം 1454 രൂപ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട്ടിൽ 18 വയസ്സ് കഴിഞ്ഞ മക്കളോ അനുജന്മാരോ ഉണ്ടെങ്കിൽ ഇപ്പോഴേ ഈ പദ്ധതിക്ക് ചേർക്കുന്നതാണ് ഏറ്റവും ലാഭം. ഈ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എല്ലാ മാസവും ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ആയിക്കൊള്ളും. ഇനി പലർക്കുമുള്ള ഒരു സംശയമാണ്, ഈ പണം അടയ്ക്കുന്നതിനിടയിലോ പെൻഷൻ വാങ്ങുന്നതിനിടയിലോ ആ വ്യക്തി മരണപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ 100% സുരക്ഷയാണ്. പെൻഷൻ വാങ്ങുന്ന വരിക്കാരൻ മരണപ്പെട്ടാൽ ആ പെൻഷൻ തുക അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പങ്കാളിക്ക് അല്ലെങ്കിൽ ഭാര്യ ആണെങ്കിൽ ഭർത്താവിന് ജീവിതകാലം മുഴുവൻ ലഭിക്കും. ഇനി രണ്ടുപേരും മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതുവരെ നിക്ഷേപിച്ച തുകയും അതിന്റെ പലിശയും അടക്കം വലിയൊരു തുക, ഏകദേശം 8.5 ലക്ഷം രൂപ വരെ നിങ്ങൾ വെച്ചിരിക്കുന്ന നോമിനിക്ക്, മക്കൾക്കോ ആരാണെങ്കിലും സർക്കാർ തിരികെ നൽകും. അതുകൊണ്ട് 1 രൂപ പോലും നഷ്ടപ്പെടില്ല. എങ്ങനെ അപേക്ഷിക്കാം? വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിലോ അല്ലെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ ചെന്ന് ഒരു APY ഫോം പൂരിപ്പിച്ചു നൽകിയാൽ മതി. ഇനി ബാങ്കിൽ പോകാൻ മടിയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്പ് വഴിയോ നെറ്റ് ബാങ്കിംഗ് വഴിയോ ഓൺലൈനായി 2 മിനിറ്റിനുള്ളിൽ ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ചെറിയൊരു നിക്ഷേപം നാളത്തെ നമ്മുടെ വലിയൊരു സുരക്ഷയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്